നമസ്കാരം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ മൂന്നാം റൗണ്ടും പിന്നിടുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറും അദ്ദേഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജ് തന്നെയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് തുടരുന്നത്. ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കേണ്ട നിരവധി വോട്ടുകൾ ഇപ്പോൾ PV അൻവറിനാണ് ലഭിച്ചത് എന്ന സ്വാഭാവിക സംശയം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDFന് ആദ്യഘട്ടത്തിൽ അവർ പ്രതീക്ഷിച്ചത്ര ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പലരും വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മേഖലകളാണ്. LDFൻ്റെ ശക്തി കേന്ദ്രങ്ങളുടെ വോട്ടെണ്ണൽ ഇനിയാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF ഇപ്പോഴും പ്രതീക്ഷ തീർത്തും കൈവിട്ടിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 10,000-ലധികം വോട്ടുകൾ നേടി മുന്നേറുകയാണ്. ഏതാണ്ട് 12,000-ഓളം വോട്ടുകൾ ഇതിനോടകം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തൊട്ട് പിന്നാലെ തന്നെ M സ്വരാജും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിച്ച രീതിയിൽ പല പഞ്ചായത്തുകളിലും അവർക്ക് UDFനെ സംബന്ധിച്ച് പല പഞ്ചായത്തുകളിലും അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ല. പ്രധാനമായും വഴിക്കടവ് പഞ്ചായത്തിലെ കാര്യം തന്നെയാണ് ഇപ്പോൾ പലരും എടുത്തു കാട്ടുന്നത്. വഴിക്കടവ് ഒരു വഴിതടസ്സമായി മാറിയോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. കാരണം വഴിക്കടവിൽ വലിയ തോതിലുള്ള ഉദ്ദേശ തോതിലുള്ള ഒരു ലീഡ് നേടാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഇവിടെയും PV അൻവർ തന്നെയായിരിക്കാം ഷൗക്കത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ നേടിയെടുത്തത് എന്ന് വേണം കരുതാൻ. BJP സ്ഥാനാർത്ഥിയുടെ ലീഡ് നില ഇപ്പോഴും വളരെ പിറകിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.